അധികാര തുടർച്ച ദുരധികാരമാകുമെന്ന കവി സച്ചിദാനന്ദന്റെ വിമർശനത്തിന് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തുടർച്ചയായി സർക്കാരുകൾ വന്നാൽ ജാഗ്രത കുറവുണ്ടാകുമെന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞതെന്നും അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് സച്ചിദാനന്ദൻ സൂചിപ്പിച്ചതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. സച്ചിദാനന്ദന്റെ വിമർശനം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഏത് വിമർശനത്തെയും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളും. പിന്നെ വെറുതെ ഉൾക്കൊള്ളുക, വെറുതെ ഉൾക്കൊള്ളുക. ഞങ്ങൾ പത്രത്തിൽ എഴുതി ശീലിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രയോഗം, ഹെഡിങ്ങിന് വേണ്ടിയുള്ള പ്രയോഗമാണ്. അതിന് ഞങ്ങളില്ല. ഞങ്ങൾ ഏത് വിമർശനത്തെയും, ആരോഗ്യകരമായ വിമർശനത്തെ തീർച്ചയായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടികൾ പ്രവർത്തിക്കുക. ഇടതുപക്ഷം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നല്ലേ അർത്ഥം. തുടർഭരണം അപകടകരമാണ് എന്ന സച്ചിദാനന്ദന്റെ പരാമർശം കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. അദ്ദേഹം ഇന്ന് അത് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് അല്പം മുമ്പ് സച്ചിദാനന്ദൻ അത് വിശദീകരിക്കുന്നതിന് മുമ്പാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയെക്കുറിച്ചാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. തുടർഭരണത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ചെയ്തതെന്ന് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ സച്ചിദാനന്ദൻ അത് കുറെ കൂടി വിശദീകരിച്ച് പറയുന്നു. തുടർഭരണം എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമാണ്, പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിന് ആണിക്കല്ല് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നടരാജ് പരശുറാം വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. നടരാജ്, എന്താണ് സച്ചിദാനന്ദൻ മാഷ് വിശദീകരിച്ചത്? സച്ചിദാനന്ദ മാഷ് തന്റെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള തന്റെ ബോധ്യമാണ് മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് സംസാരിച്ചത്. അദ്ദേഹം പ്രധാനമായി പറയുന്നത് 2 തവണ ഭരിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് ഏതൊരു ഭരണകൂടത്തിനും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും നല്ലത്. ഇതിപ്പോൾ കോൺഗ്രസിന്റെ കാര്യമാണെങ്കിലും താൻ ഇങ്ങനെ തന്നെ പറയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ജനാധിപത്യത്തെ ജനാധിപത്യമാക്കുന്നത് പ്രതിപക്ഷമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് ശക്തി കൂട്ടാനുള്ള വഴിയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം എന്നാണ് സച്ചിദാനന്ദ മാഷ് പറയുന്നത്. തുടർച്ചയായി ഭരണത്തിലിരിക്കുന്നത് അഴിമതിയിലേക്കും അധികാര കേന്ദ്രീകരണത്തിലേക്കും നയിച്ചേക്കാം എന്നുള്ള മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ബംഗാളിലെ സ്ഥിതി നമ്മളെല്ലാവരും ഓർക്കണം എന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉടനെ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ആകും എന്നല്ല താൻ പറയുന്നത്. പക്ഷേ വീണ്ടും ഭരണം കിട്ടിയാൽ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട് എന്ന് സച്ചിദാനന്ദ മാഷ് പറയുന്നുണ്ട്. അധികാരമോഹികൾ വീണ്ടും ഭരണം കിട്ടിയാൽ പാർട്ടിയിൽ വന്നു ചേരും. അവർ പാർട്ടിയുടെ അടിസ്ഥാന തത്വം തന്നെ ഇല്ലാതാക്കും, പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ ഇത് ഇല്ലാതാക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. അതേസമയം നിലവിലെ ഇടത് സർക്കാർ വികസനത്തിന്റെ കാര്യത്തിലും സാക്ഷരത കാര്യത്തിലുമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോഴും ജനങ്ങൾക്ക് പാർട്ടിയെ വിമർശിക്കാൻ മുൻപില്ലാത്ത വിധം ഭയം വർദ്ധിച്ചു വരികയാണ് എന്ന് സച്ചിദാനന്ദ മാഷ് പറയുന്നുണ്ട്. അത് ജനാധിപത്യത്തിൽ പാർട്ടിക്ക് ഭൂഷണമല്ല. പാർട്ടി വിമർശനത്തിന് വിധേയമാവണം, അതിനുള്ള സാഹചര്യം നാട്ടിലുണ്ടാകണമെന്നും അദ്ദേഹം പറയുന്നു. വർഗീയമല്ലാത്ത വലിയ ന്യൂനപക്ഷം കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണമെന്നും അത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കാനുള്ള ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് എന്നും സച്ചിദാനന്ദ മാഷ് പറയുന്നുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റുകാർ പലപ്പോഴും മറന്നു പോകുന്നു എന്നും അദ്ദേഹം പറയുകയാണ്. എന്തായാലും ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിരിക്കുക പ്രധാനമാണെന്നും പ്രതിപക്ഷത്തിരിക്കുന്നതോ അധികാരം നഷ്ടമാവുന്നതോ കുറച്ചിലല്ല എന്നും ഇക്കാര്യം രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം തൻ്റെ ജനാധിപത്യം സംബന്ധിച്ച കാഴ്ചപ്പാടുകളെക്കുറിച്ച് വിശദമായി പല പത്രങ്ങളിലും പരാമർശിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് അദ്ദേഹം ഇന്ന് തൻ്റെ നിലപാട് വിശദീകരിച്ചത്. എന്തായാലും അത് ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ചുള്ള വിമർശനമല്ല, മറിച്ച് ഇത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും തുടർഭരണം എന്നുള്ളത് ജീർണതയിലേക്ക് നയിക്കുന്ന ഒന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.